നിങ്ങളുടെ ഭാഗ്യമുദ്രകൾ സ്വന്തമാക്കുന്ന അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം സൗഭാഗ്യ സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുപരിചിത വിതരണക്കാരിലൂടെ ടിക്കറ്റുകൾ ലഭിക്കുന്നു. 75 ലക്ഷം രൂപ 40 രൂപയ്ക്ക് ഒന്നാം സമ്മാനവുമായി കേരളത്തിന്റെ വിൻ ഭാഗ്യപൂർ നറുക്കെടുപ്പ് ഇന്നാണ്. എടാ രമേശ, ഒരു ലോട്ടറി എടുക്കട്ടെ. ഭാഗ്യശാലികൾക്ക് സൗഭാഗ്യത്തിന്റെ വസന്തകാലമായി. ഇനി ചെറിയ സമ്മാനമല്ല, കേരള ഭാഗ്യക്കുറിയിൽ വലിയ സമ്മാനങ്ങളാണ്. കൂടുതൽ ഭാഗ്യശാലികൾക്ക് കൂടുതൽ അവസരങ്ങൾ അടിച്ചൊരുക്കിക്കൊണ്ട് കേരള ഭാഗ്യക്കുറി എല്ലാ ദിവസവും നറുക്കെടുക്കുന്ന ടിക്കറ്റുകളുടെ സമ്മാനങ്ങൾ വർദ്ധിക്കും. എടാ ജോർജെ, അവൾക്കെന്നെ ഇഷ്ടമാടാ. ആ നോട്ടവും ആ ചിരിയും ഒക്കെ കാണുമ്പോൾ അറിയാം. അഭിലാഷ് അഭിലാഷ് ആ എന്താ ചേർച്ച. എടാ നീ എന്നെ ഒന്നും പറയാത്തെ? ഓ, കൊറേ നാളെ കേൾക്കാൻ തുടങ്ങിട്ട് എന്നാ പറയാ. അതെന്നാടാ അങ്ങനെ ഇട്ടോക്ക്. പിന്നല്ലാതെ എല്ലാ ദിവസവും കടയിൽ വന്ന ചേച്ചിനെ നോക്കി നിൽക്കാതെ ഇതുവരെ പറയാൻ പറ്റിയിട്ടുണ്ട്. ഇതിന് മാത്രം എന്തിനാ പേടിക്കണേ? 7 B പഠിച്ച ഞാൻ 7 D പഠിച്ച ചിഞ്ചുവിനോട് പറയാൻ കാണിച്ച ധൈര്യം ഇല്ലാതായി പോയല്ലോ. ആ ചിഞ്ചു എന്തേ? ഒന്നുമില്ല. അല്ലേലും ഒരാളോട് ഇഷ്ടം പറയാൻ ചെല്ലുമ്പോൾ ഞങ്ങളെപ്പോലുള്ള 90 കിഡ്സിന് അത്ര എളുപ്പമല്ല. അതൊന്നും 2K ജോർജിനോട് പറഞ്ഞാൽ മനസ്സിലാവൂല. ഒന്ന് പോ ചേട്ടാ, പോയി പറഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. പറയില്ലടാ, അഭിലാഷിനി ഒന്നും പറയില്ല. ആ അഭിലാഷിന് പറയാനുള്ളതല്ല ഇനി ലെറ്റർ പറയും. അത് കൊള്ളാം, പക്ഷെ കൊടുക്കണം. കൊടുത്തിരിക്കും, കൊടുക്കാം. കാണാം. ഐ ആം വെയിറ്റിംഗ്. ഓക്കെ. 2 കോലുമുട്ടായതാ. കളർ ഡ്രസ്സിലാണല്ലോ. ഇന്ന് സ്കൂളിൽ കലോത്സവ. എച്ചൻ പറഞ്ഞു കളർ ഡ്രസ് ഇട്ടോണ്ട് വന്നോളെ. രമേശേട്ടോ, അഭിരാമനെ ഇരുവനെയില്ല, എത്താറായിട്ടുണ്ട്. എടാ നിനക്ക് ഇന്നെന്താ പരിപാടി? എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കടകളിൽ കുറച്ച് സാധനം എടുക്കാൻ കട്ടപ്പന വരെ പോയാലോ? കട്ടപ്പനയ്ക്ക് ലോട്ടറി വല്ലതും അടിച്ചു. ലോട്ടറിയോ? എനിക്കോ? അതെടുത്തെടുത്താ ഈ പരിവായത്. എങ്ങനെ കുഞ്ഞു പോയാലോ? പോയേക്കാം. അഭിലാഷേ, അഭിരാമി വരുന്നുണ്ട്. നീ അവളെ കണ്ടില്ലല്ലോ, നമുക്ക് പോയാലോ? ഇല്ല, ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ വിളിച്ചായിരുന്നു. 8:30 വരാമെന്നാ പറഞ്ഞേ. കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യേ. രമേശേ, ഒരു മുറുക്കാൻ എടുത്താടാ. പണിയാണോ? ഇവിടെ പോയിട്ട് വേറെ പണിയുണ്ട്. പെട്ടെന്ന് അരിയല്ലേ? ഒന്നുകൊണ്ട് എടുക്കും കേട്ടോ.
കാരിമമ്മേ വീട്ടിലില്ലത്തില്ല. ഒരു പാക്കറ്റ് പ്ലേസ്, ഒരു ഗ്ലാസ്. മിച്ചറുണ്ടോ? എടാ എന്റെ മുറുക്കാൻ എടുത്തോടാ. ഒരു കുപ്പി വെള്ളം കൂടെ. കൊള പോലെ. എത്ര ചേട്ടാ? 140. ആ ഓക്കെ ഓക്കെ. ചേട്ടുണ്ടേ എന്തോ തുടങ്ങിയെന്നല്ലേ പറഞ്ഞേ? പെരുന്നാളായിരിക്കും. ഒന്നും കണ്ടില്ലല്ലോ. കുറേ നാളായല്ലേ തുടങ്ങിയിട്ട്, ഇന്നെങ്കിലും ആ ചേട്ടൻ പറയുമോ? നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയേണ്ടി വരും. സ്കൂൾ ബസ് വരാനായില്ലടാ ജോർജെ. സമയാകുന്നേ ഉള്ളൂ. കൊടുക്കടോ. കൊടുക്കല്ലേ? ചിരിച്ചടോ, ചെല്ലടോ. ചേട്ടാ കുട വല്ലതും ഉണ്ടോ? കൊണയില്ലടാ, ഞാൻ രാവിലെ നനഞ്ഞാ വന്നു. ചേട്ടോ ആ കുടയിൽ തരാമോ? കൊടയൊക്കെ തരാം. എന്റെ ഭാര്യയുടെ കൊടയാ, 10 വർഷമായ കൊടയാ കേട്ടോ. സൂക്ഷിച്ചു കൊണ്ടുവരണം. ഇപ്പൊ തരാം. ഒന്ന് കേട്ടോ അത് നമ്മുടെ അശോകന്റെ മോളല്ലേ? പണി കാളിയോ. പേടിച്ചു പോയോ? ചെറുതായിട്ട്. നിനക്ക് ചേരുന്നുണ്ട് കേട്ടോ. കൊടുത്തിട്ട് വരാം. ഇതിപ്പോ എവിടുന്നാ പോന്നെ? ലെറ്റർ കൊടുക്കല് നടക്കുകയല്ല. അല്ലേ കുട വേണ്ട. ഞാൻ ഇപ്പോഴാണ് ഓർത്ത് വീട്ടിൽ രാവിലെ പോകുന്നപ്പോൾ മോട്ടർ ഇട്ടിട്ടാണോ വന്നതെന്നൊരു സംശയം. ചെന്നത് ഓഫാക്കിയില്ല, ചിലപ്പോൾ കത്തിപ്പോയാലോ. ചേട്ടാ പോയിട്ട് വേണം. ഓ ശനി, പോയിട്ട് വരണേ. വൈകിട്ട് സാധനം വിളിഞ്ഞോളതാ. ഓ എന്നെ കോല. എടാ രമേശേ, ഞാനും പോയേക്കാം. നാളെ കാണാം. എടിയാ ചേട്ടൻ ഇന്നും ഒന്നും പറയാതെ പോവാണോ? ഇന്നെന്തെങ്കിലും പോകണേ. എന്റെ കൊട ശരിയാക്കി തന്നിട്ട് ചേട്ടാ കയ്യിൽ 5 പൈസ ഇല്ല. പിന്നെ കാണാം. എന്റെ കൊട, എന്റെ പെണ്ണുമ്പിള്ളിയോട് ഞാൻ എന്നാ പറയോ?